താൻ ആരാണെന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുന്നിടത്താണ് ഒരാളുടെ വളർച്ചയുടെ പൂർണ്ണ വിരാമം സംഭവിക്കുന്നത്. ആത്മബോധവും അവസ്ഥകളുമാണ് ജീവിതഗതി തീരുമാനിക്കുന്നത്. പരിതസ്ഥിതികൾ പ്രയോജനരഹിതമായാലും ഉൾബോധം ശക്തമാണെങ്കിൽ തങ്ങൾ അർഹിക്കുന്ന തീരങ്ങളിലേക്ക് എല്ലാവരും സഞ്ചരിക്കും. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും സ്വത്വബോധം നഷ്ടപ്പെട്ടാൽ ആയിരിക്കുന്ന സ്ഥലത്ത് നിർജീവമായി തുടരുകയുള്ളൂ. ഒരാളെ തകർക്കാനുള്ള എളുപ്പവഴി പറക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ്. താൻ ആരാണെന്നും തനിക്ക് എന്തായി തീരാൻ കഴിയുമെന്നുള്ള ധാരണ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അടഞ്ഞ കൂട്ടിൽ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നത്. ആത്മാവബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ പിഴവുകളുടെ നീണ്ട നിരയാകും ജീവിതത്തിൽ. ദിശയും ലക്ഷ്യവും നഷ്ടമാകും. മറ്റാരുടെയെങ്കിലും കൂട്ടിലകപ്പെടും. വിയർക്കാത്തതുകൊണ്ടും വിഷക്കാത്തതുകൊണ്ടും പരാതിയില്ലാതെ അവിടെ ജീവിക്കും. സൗജന്യമായി ഇരകെട്ടി തുടങ്ങിയാൽ പിന്നെ ഒരു മൃഗവും വേട്ടയാടില്ല. കഷ്ടപ്പെടാതെ തിന്നാം എന്ന സൗകര്യം പക്ഷേ ജീവിതത്തിൻ്റെ സാഹസികത നഷ്ടപ്പെടുത്തും. സ്വന്തം നിലനിൽപ്പ് മറ്റാരെങ്കിലും വെച്ച് നീട്ടുന്ന സൗകര്യങ്ങൾക്കിടയിൽപ്പെട്ട് ശ്വാസം മുട്ടുന്നത് തിരിച്ചറിയുന്നവർ മാത്രമേ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തിരയൂ. അല്ലാത്തവർ പതിയെ പ്രതികൂല വിധിയോട് പൊരുത്തപ്പെടും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.